നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഇല്ല. ഞാൻ ഉണ്ടാക്കി തരട്ടെ. റാറ്ററ്റോലി സിനിമ കണ്ടവർക്കറിയാം, നമ്മുടെ എലിക്കുട്ടനോട് അവൻ്റെ ഇഷ്ട ഷെഫ് പറയുന്നൊരു ഡയലോഗുണ്ട്, എനിവൺ ക്യാൻ കുക്ക്. അതുകൊണ്ട് അടുക്കളയിലെ പരീക്ഷണങ്ങൾ എന്നും എന്നെ ഹരം കൊള്ളിച്ചിരുന്നു. ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. വെറൈറ്റി തന്നെ പിടിക്കാം. അമ്മൂനോട് വിളിക്ക്. ഫുഡ് ഉണ്ടാക്കാ. ഫുഡോ നീ പറഞ്ഞല്ല ഫുഡ് ഉണ്ടാക്കും. വീണോട് എനിക്ക് വേറെ പണിയുണ്ട്. എവിടെ പോണ്ടേ? അമ്രൂന് പണിയുണ്ടെന്ന്. അത് കുഴപ്പമില്ല, പാ നമുക്ക് ഉണ്ടാക്കാം. പാ, ഞാൻ അമ്രൂനോട് പറയാം. എടേ, ഞാൻ വിളിച്ചിട്ട് വരും വന്നത്. എന്നാ ഈ വന്ന് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നേ. എടേ കണ്ണാ, ഞാൻ ഉണ്ടാക്കി തരാം ഫുഡ്. ആഹാ, നടന്നത് തന്നെ. ഡി ഫുഡ് വേണമെങ്കിൽ നീ വൈകിട്ടോ, അപ്പഴേ ഞാൻ ഫ്രീ ആവുള്ളൂ. എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറയണോക്കെ, പക്ഷെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഇല്ല. ഞാൻ ഉണ്ടാക്കി തരട്ടെ. പക്ഷെ ഞാൻ ഉണ്ടാക്കും വെറൈറ്റി ഉണ്ടാക്കും. നമ്മൾ ആമ്പിള്ളേരെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന കുറവാണെങ്കിലും നമ്മൾ കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്ലോപ്പ് ആവും, അല്ലെങ്കിൽ മാജിക് നടക്കും. അതുകൊണ്ട് മുണ്ടും മടക്കി അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്കാണ്. എഴുതി തള്ളിയവർക്കൊരു മറുപടി കൊടുക്കാൻ. നീ എന്നെ കുറേയായി കളിയാക്കാനും പുച്ഛിക്കാനും തുടങ്ങിയിട്ട്. നിനക്കുള്ള ശിക്ഷ അടുക്കളയിൽ കാണും. അടുക്കള നശിപ്പിച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുള്ളൂ. തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഫ്ലോപ്പ് ആവാനായിട്ട് ചൂര് പിടിച്ചിരിക്കണ കണ്ടില്ലേ? ബട്ടർ ഗാർലിക് എഗ്ഗും ചീസ് ഗാർലിക് ബ്രെഡും ചേർന്ന ഒരു പരീക്ഷണം. അത് നമ്മുടെ നാടൻ ഉണ്ണിയപ്പ് ചട്ടിയിൽ. അതുകൊണ്ട് ചിലപ്പോൾ പാളിപ്പോവാം, ചിലപ്പോൾ സക്സസ് ആവാം. എന്തായാലും 8 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് ബട്ടർ എടുത്ത് ഒരു ചെറിയ പാനിലിട്ട് ചൂടാക്കണേണ്. എന്നിട്ട് 2 വെളുത്തുള്ളി അതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ട് ആ പാനിലേക്ക് വഴറ്റിയെടുക്കണേണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കഴിഞ്ഞ തവണ ചീസ് കപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചായിരുന്നെങ്കിൽ ഇത്തവണ കറക്റ്റ് ടൂൾ കൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണേണ്. ഉരുക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് 1-2 സ്പൂൺ മുളക്, ഇടിച്ച മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കണേണ്. ഇനി ഒരു മീഡിയം സൈസ് ഉള്ളിയെടുത്തുണ്ട്, അഥവാ സ്പ്രിംഗ് ഒണിയൻ, അത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കണേണ്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ബ്രെഡില്ലേ, അതങ്ങാട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്പം കുരുമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ വെള്ളം മാത്രം നമ്മൾ തീരെ ചെറുതായി സ്ക്വയറായി കട്ട് ചെയ്യണതാണ്. ഇനി മുട്ടയുടെ മഞ്ഞക്കരു ഇടിച്ച് പൊടിച്ചെടുക്കാം. ഇനി വെള്ളക്കരുവുമായി പൊടിച്ച മഞ്ഞക്കരു ചേർക്കണതാണ്. ഇത് കണ്ടപ്പോൾ ജപ്പാനീസ് എഗ് സാലഡ് സാൻഡ്വിച്ച് ഓർമ്മ വന്നവരുണ്ടോ? ഇനി നമുക്കിത് ബ്രെഡ് പൊടിയിലേക്ക് ചേർത്തിട്ട് സാവധാനം ഇളക്കി കൊടുക്കാം. ശരിക്കും പുഴുങ്ങിയ മുട്ട ഫ്രൈ ആകുമ്പോൾ അതൊന്നും കൂടി ഹാർഡാവുള്ളൂ. പക്ഷെ നമ്മളൊരു പരീക്ഷണമുള്ള, നമ്മളൊന്ന് ട്രൈ നോക്കുന്നു. ഇനി അതിലേക്ക് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഇളക്കണേണ്. ചീസ് അധികം ഗ്രേറ്റ് ചെയ്ത് ചേർക്കണ്ട, കാരണം ഡയറക്റ്റ് പാനിൽ വെക്കുന്നതുകൊണ്ട് ചീസ് കരിയും. അപ്പോൾ ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ചുടണ പോലെ ചുട്ടെടുക്കാം. പക്ഷെ നമ്മൾ ഉണ്ണിയപ്പത്തിന് എണ്ണ ഒഴിക്കുന്ന പോലെ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി ബട്ടർ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മാവ് കുറേശ്ശെയായി സ്പൂണിലെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടുതലോ കുറവോ വേണ്ട. എന്നിട്ട് ഫ്ലെയിം വളരെ ലോയിൽ വെക്കണം, കാരണം കൂടുതൽ വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് കുഴപ്പം എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചീസ് അവസാനം ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി വെളുത്തുള്ളിക്ക് ബട്ടർ ഇട്ടതാണ്. രണ്ടാമത് നമ്മൾ ബട്ടർ ഇട്ടതും കൂടിപ്പോയെന്ന് തോന്നി. എന്തായാലും 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് കമ്പിയിൽ കോർത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസും മയോണൈസുമാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ലേ? ഇത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഞാൻ ഫ്ലോപ്പായെന്ന് പറഞ്ഞേനെ. പക്ഷെ ഇത് ഫ്ലോപ്പല്ല, അത്യാവശ്യം നല്ല രുചി ഇതിനുണ്ടായിരുന്നു. ഇനി ഇതിൽ എന്തൊക്കെ ചേർക്കണ്ട, എന്തൊക്കെ ചേർക്കണമായിരുന്നു എന്ന നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും, ഇത് ഉണ്ടാക്കേ വേണ്ടായിരുന്നു എന്ന ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. ഇനി ഭാര്യയോടുള്ള വാശിക്ക് പോയി ഉണ്ടാക്കിയ സാധനം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, അങ്ങനെ തോറ്റു കൊടുക്കുന്നവരല്ല നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.